യൂസ് ചെയ്യുന്ന ചെയിൻ ലൂബ് TRMൻ്റെ ആണ്. ഹാൻഡിൽ റൈസർ കയറ്റിയാലോ എന്നല്ല, പഴയ ഫോട്ടോ കണ്ടപ്പം ഈ കുറച്ചുകൂടെ ഹാൻഡിൽ ഇത്രയും പൊങ്ങി വരും. ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ എന്തായാലും ഇന്ന് രാവിലെ തന്നെ വണ്ടിയുടെ എന്തെങ്കിലും കാര്യം ചെയ്യാമെന്ന് വെച്ചാൽ കുറേ ദിവസം വണ്ടിയും കാര്യങ്ങളും എടുത്തിട്ട് തന്നെ അപ്പോൾ എന്തെങ്കിലും വണ്ടിയുടെ കുറച്ച് കാര്യം ചെയ്യാമെന്ന് വെച്ചാൽ ചെയിൻ ലൂബൊക്കെ അടിക്കണമായിരുന്നു. അപ്പോൾ നമ്മൾ സീറ്റും കവളും ഒക്കെ ഊരി വെച്ചിട്ടുണ്ട്. സ്റ്റോക്ക് സീറ്റും പഴയ കവളൊക്കെ ഊരി ഇപ്പോൾ GT സീറ്റ് മാത്രമേ അതിൽ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ചെയിൻ ലൂബ് അടിക്കണം. അപ്പോൾ ചെയിൻ ലൂബ് പുതിയതെടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ചെയിൻ ലൂബ് എടുത്തുകൊണ്ട് പോകാമെന്ന് ചോദിച്ചപ്പോൾ ഇതാ പുതിയൊരു ചെയിൻ ലൂബ് ഇരിപ്പുണ്ട്. അപ്പോൾ ഇതിനെടുത്ത് താഴെ കൊണ്ടുവയ്ക്കണം. പിന്നെ നമുക്ക് ഹാൻഡിൽ റൈസർ ഇവിടെ കിടപ്പുണ്ട്, അതും തിരിച്ച് സെറ്റ് ചെയ്യാതാലോ എന്നാലേക്കാണ്. അത് മറ്റേ ക്ലച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് അത് സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും ചെയിൻ ലൂബ് അടിക്കണം. അപ്പോൾ രാവിലെ എന്തായാലും വീഡിയോ എടുത്ത് ഇറങ്ങാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഗൈസ് എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് കൊണ്ട് കഴിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടിയുടെ എടുത്തോട്ട് പോകാം. ഇപ്പോൾ വണ്ടി ഇതാ മൂടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമ്മൾ GT സീറ്റാണ് ഇപ്പോൾ എടുത്ത് കയറ്റിക്കുന്നത്. കുറച്ച് ദിവസം കഴിച്ച് ഇതിങ്ങനെ വയ്ക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ എന്തായാലും വണ്ടി ഒന്ന് കഴിവിന് ശേഷം പിന്നെ അത് എടുത്തില്ല. അപ്പോൾ എന്തായാലും വണ്ടി ഒന്ന് ചെയിൻ ലൂബൊക്കെ അടിക്കണം. ചെയിനിൽ ലൂബൊന്നുമില്ല, അതൊന്ന് തുടച്ചിട്ട് അടിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ എന്തായാലും വണ്ടി പുറത്തിറക്കി വെച്ചിട്ട് നമുക്ക് ചെയിൻ ലൂബും കാര്യങ്ങളൊക്കെ അടിക്കാം. കുറച്ച് വലയൊക്കെ പിടിച്ചിട്ട് അപ്പോൾ അതൊക്കെ തുടച്ച് മാറ്റാം. പക്ഷേ അപ്പോൾ ചെയിൻ ലൂബ് അടിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് തുടച്ച് സെറ്റാക്കാം. അവിടെയൊക്കെ വലയൊക്കെ പിടിച്ചിരിപ്പുണ്ടോ, അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് സെറ്റാക്കി എടുക്കാം. കുറേ ദിവസം എന്തായാലും ഒരാഴ്ച വരും. വണ്ടി എടുത്തിട്ടല്ല, വണ്ടി വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വണ്ടി എടുക്കാറുമില്ല, റിസർവ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും വണ്ടി എടുക്കാറില്ലായിരുന്നു. ജസ്റ്റ് ഒന്ന് വലയൊക്കെ തട്ടിക്കളഞ്ഞിട്ട് എന്തായാലും വണ്ടി വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. അപ്പം വേറെ കഴിവേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് നമുക്ക് എന്തായാലും ചെയിൻ ലൂബ് അടിക്കാം. ചെയിൻ ലൂബ് ഇല്ലാതെ ഓടാനും പറ്റില്ല. പിന്നെ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ എന്തായാലും ചെയിൻ ലൂബൊക്കെ അടിക്കുന്നത് അവിടെയൊക്കെ വല പിടിച്ചിരിപ്പുണ്ട്. ചിലന്തി വലിയ ശല്യമാണ്. ഇതൊക്കെ തുടച്ചിട്ട് വരാം. പക്ഷേ നമ്മൾ ചെയിനും കൂടെ തുടയ്ക്കാമെന്ന് വിചാരിച്ച്. നമ്മൾ പുല്ലല്ലല്ലോ, വലയൊക്കെ തുടച്ചിട്ടുണ്ട്. അപ്പോൾ ചെയിനും കൂടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതും കൂടെ ഒന്ന് തുടച്ചിട്ട് നമുക്ക് ചെയിൻ ലൂബ് അടിക്കാം. അപ്പോൾ ചെയിനും കാര്യങ്ങളൊക്കെ തുടച്ച് വൃത്തിയാക്കി പലയൊക്കെ മാറ്റി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ചെയിൻ ലൂബ് അടിക്കാം. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ചെയിൻ ലൂബ് TRMൻ്റെ ആണ്. അപ്പോൾ എന്തായാലും ഇതൊന്ന് സെറ്റാക്കിയിട്ട് അടിച്ചു കൊടുക്കാം. നമ്മളിപ്പം ചെയിൻ ലൂബ് അടിച്ചിട്ട് ഏകദേശം ഒരു 600 കിലോമീറ്റർ ആയെന്നാണ്. അപ്പോൾ എന്തായാലും അടുത്തടിക്കാൻ സമയമായി. വണ്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്, ചെയിനൊക്കെ എല്ലാം വൃത്തിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ചെയിൻ ലൂബ് അടിക്കാം. ഇതിന് ചെയിൻ ലൂബ് അടിക്കുന്നതിന് മുമ്പ് നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക് താഴത്തെ ബട്ടണിൽ തന്നെ കാണാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ വെച്ച് ചെയിൻ ലൂബ് അടിക്കാൻ പറ്റില്ല. നമുക്ക് ചെയിൻ ലൂബ് അടിച്ചിട്ട് വരാം. അപ്പോൾ നമ്മൾ ചെയിൻ ലൂബും കാര്യങ്ങളൊക്കെ അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും ഞാൻ കാര്യത്തിൽ പേടിക്കണ്ട, ചെയിൻ ലൂബ് അടിച്ച് സെറ്റാക്കി. ഇപ്പോൾ ഏകദേശം കിലോമീറ്റർ 14,000 ഇത്ര ഓടിയെന്ന് കാണിച്ചു തരാം. 14,142 ഓടി. റിസർവാണ്. അപ്പോൾ എന്തായാലും ഒന്ന് പെട്രോൾ അടിക്കണം. അപ്പോൾ അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ 14,000 ഓടി. അപ്പോൾ എന്തായാലും സർവീസ് ആവാൻ ഇനി 4,000 എന്തേ ഉള്ളൂ. അപ്പം അതിൻ്റെ ഇടയിൽ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റാക്കണം. നമ്മൾ പ്ലഗ്ഗൊക്കെ മാറാമെന്ന് വിചാരിച്ച്. പ്ലഗ്ഗൊക്കെ മറ്റേ ഇറീഡിയം പ്ലഗ്ഗൊക്കെ ആക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ബ്രാക്ക് പാഡ് ഇതൊക്കെ മാറുമ്പോൾ കുറച്ച് പൈസ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോഴേ റെഡിയാക്കിയില്ല, സെറ്റാക്കാറുണ്ട്. അപ്പം നമ്മളെ ചെയിൻ ലൂബ് അടിച്ച് എല്ലായിടത്തും ആയെന്ന് വിചാരിക്കുന്നു. എല്ലായിടത്തായി. യെസ്. അപ്പോൾ ചെയിൻ ലൂബിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. അപ്പോൾ അത് സെറ്റാക്കിയിട്ടുണ്ട്. വാവ്. അപ്പം GT സീറ്റ് വെച്ചപ്പോഴും വണ്ടി ആരെ ലുക്കായല്ലേ. യെസ്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മാറ്റി വയ്ക്കാം. എന്തെങ്കിലും കവള് ആണെങ്കിൽ കവള് വയ്ക്കാം. അടുത്ത് സീറ്റ് ഇങ്ങനെ ആണെങ്കിൽ സീറ്റ് ഇങ്ങനെ വയ്ക്കാം. അടുത്ത് മറ്റേ സീറ്റ് വേണമെങ്കിൽ മറ്റേ സീറ്റ് വയ്ക്കാം. ഇനിയിപ്പോൾ സിംഗിൾ സീറ്റ് അതും വയ്ക്കാം. GT ഹാൻഡിലാക്കാം. പിന്നെ ഹാൻഡിൽ റൈസർ കയറ്റിയാലോ എന്നല്ല, പഴയ ഫോട്ടോ കണ്ടപ്പം ഈ കുറച്ചുകൂടെ ഹാൻഡിൽ ഇത്രയും പൊങ്ങി വരും, ഇങ്ങോട്ട് തള്ളി വരും. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഈ ക്ലച്ച് ഇട്ടുകൊണ്ട് നമുക്ക് കവറായിട്ട് കിടന്ന് വലിക്കാൻ പറ്റില്ല. അതാണ് ആ സംഭവം ഊരി മാറ്റി തന്നെ. നമുക്ക് പഴയ ക്ലച്ചിലോട്ട് ആക്കുകയാണെങ്കിൽ സംഭവം വയ്ക്കാൻ പറ്റും. അപ്പോൾ അതൊന്ന് നോക്കണം. മറ്റുവാണെങ്കിൽ അതൊന്ന് ചെയ്യണം. പിന്നെ നമ്മളെ ത്രോട്ടിൽ ബോഡി ക്ലീൻ ചെയ്യണം. അത് ചെറിയൊരു ടൈറ്റ് ഉള്ള പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യണമെന്നുണ്ട്. നമ്മളിതുവരെ വാങ്ങിച്ചിട്ട് ക്ലീൻ ചെയ്തിട്ടില്ല. അപ്പം അതൊന്ന് ക്ലീൻ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ എന്തായാലും അത് ചോദിച്ചിട്ടുണ്ട്. അപ്പം അതൊന്ന് സെറ്റാക്കണം. പിന്നെ നമ്മളെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കാര്യം സെറ്റാക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊക്കെ റെഡി ആകാത്തതാണ് നമ്മൾ ഒരിടത്തും പോകണ വീഡിയോയും കാര്യങ്ങളൊന്നും ഇടാത്ത തന്നെ. അപ്പം വലയൊക്കെ എവിടെ പിന്നെയൊക്കെ ഇരിപ്പുണ്ട്, ചിലന്തി ഇവിടെയൊക്കെ കാണും. അപ്പം ഉണ്ട് വണ്ടിയുടെ ലുക്ക് കണ്ടില്ലേ, മാരെ ലുക്കായില്ലേ. സീറ്റ് കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ നിങ്ങൾ കമൻറ്റ് ചെയ്യും. GT സീറ്റ് ഇൻട്രസെപ്റ്ററും ചേരുന്നുണ്ട്. മറ്റേ സീറ്റും കൊള്ളാം. ഇത് വേറെ ലുക്ക്. ഈ ആംഗിളും ഈ വ്യൂ ഒക്കെ കിട്ടില്ലല്ലോ. യെസ്. നമുക്ക് എന്തായാലും മറ്റേ സംഭവമൊക്കെ ഊരി മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ തിരിച്ച് വയ്ക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് ദിവസം ഓടിയിട്ട് വീണ്ടും എന്തെങ്കിലും തോന്നുമ്പോൾ തിരിച്ച് വയ്ക്കാം. നമ്മളിവിടുത്തെ ഗാർഡൊക്കെ ഊരി മാറ്റിയ ശേഷം വണ്ടി തിരിച്ച് വലിക്കാനൊക്കെ കുറച്ച് പാടുണ്ട്. എന്നാലും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വലിച്ചൊക്കെ പോകുന്നു. അപ്പോൾ കണ്ടോ, വമ്പ ലുക്കല്ലേ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് എന്തായാലും ഒരു 2-3 ദിവസം. അപ്പോൾ നമുക്ക് ഇന്ന് ജസ്റ്റ് കോൾഡ് സ്റ്റാർട്ട് ചെയ്തിടാം.
അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് രാവിലെ തന്നെ. പിന്നെ ക്ലച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ചെറിയൊരു പ്ലേ ഉണ്ടല്ലോ, ഇത്രയും വെറുതെ കിടക്കണം, അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ അരി ഒന്ന് സെറ്റാക്കണം. വേറെ ആ കവിളിലിരുന്ന ക്യാപ്പിനെ നമ്മൾ ഇവിടെ എടുത്തിട്ടിട്ടുണ്ട്, അപ്പോൾ അതൊരു ലുക്കായി. അപ്പോൾ എന്തായാലും അത് അവിടെ സെറ്റായിട്ടുണ്ട്. കവിളിടുമ്പോൾ അതെടുത്ത് തിരിച്ചിട്ടാൽ മതിയല്ലോ. അപ്പം അങ്ങനെ അരി സെറ്റായി. നമുക്ക് എന്തായാലും എക്സോസ്റ്റ് മാറ്റാൻ വേണ്ടി കുറേ പേര് പറഞ്ഞായിരുന്നു. നമുക്ക് എന്തായാലും പൈസ റെഡി ആവുന്ന സമയത്ത് എക്സോസ്റ്റ് അങ്ങ് ചേഞ്ച് ചെയ്യാം. നമുക്ക് റെഡ് റൂസ്റ്ററോ, എനിക്ക് റെഡ് റൂസ്റ്ററാണ് ഇഷ്ടം. വേറെ ആറ്റവും മറ്റ് സംഭവങ്ങളൊന്നും ഇഷ്ടമല്ല. പിന്നെ AEW കൊള്ളാം, പക്ഷേ കാണാൻ ലുക്ക് റെഡ് റൂസ്റ്റർ ആണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ എന്തായാലും വാങ്ങിക്കുന്നെങ്കിൽ റെഡ് റൂസ്റ്റർ ആയിരിക്കാനാണ് ചാൻസ്. അപ്പോൾ അതെന്തായാലും സെറ്റാക്കും. ഉടനെ സെറ്റാക്കില്ല, പതിയെ സെറ്റാക്കാം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. വാവ്, എന്തായാലും വണ്ടി വെയിലത്തിരുന്ന് നല്ലപോലെ ചൂടാവുന്നുണ്ട്. നമുക്ക് കുറച്ച് തണലത്തോടെ എടുത്ത് വെച്ചിട്ട് വരാം. ഏകദേശം നമുക്ക് ഇന്ന് ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇനിയിപ്പം ഇങ്ങോട്ട് എടുത്ത് മാറ്റാൻ വയ്യ, അപ്പോൾ ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോഴും മിന്നുന്നുണ്ട്, അപ്പോൾ എന്തായാലും അത് സെറ്റാക്കാറുണ്ട്. ന്യൂട്രൽ തന്നെയാണല്ലോ, ആ ന്യൂട്രൽ തന്നെയാണ്. അപ്പോൾ വണ്ടി ഒരു മിനിറ്റ് അങ്ങനെ തന്നെ കിടക്കട്ടെ. അപ്പോൾ നമുക്ക് എന്തായാലും പെട്രോളൊക്കെ അടിച്ചിട്ട് ഇന്ന് ഇങ്ങോട്ടൊക്കെ പോവാം. അപ്പം നമ്മൾ ഓയിലും കാര്യങ്ങളൊന്നും കറത്തിട്ടില്ല. അവിടെ ഓയിലിൻ്റെ ക്യാപ്പുണ്ട്, അപ്പോൾ ഓയിലും കാര്യങ്ങളും കറത്തിട്ടില്ല. ഇനിയും 5000 കഴിഞ്ഞ് സർവീസ് ഉള്ളൂ. നമുക്ക് എന്തായാലും 18,000 മാറ്റി. ഇപ്പോൾ 9000 മാറ്റിയത്. അപ്പോൾ 18,000 മാറ്റാം, അതാണ് നല്ലത്. വേറെ സീനും കാര്യങ്ങളൊന്നും വരത്തില്ലായിരിക്കും. കുറേശ്ശെ എടുക്കായിരുന്നുണ്ട്, നല്ല പുകയുടെ മണം കേൾക്കുമ്പോൾ നല്ല രസമാണ്. ഇവിടെ വന്ന് WD-40 അടിച്ചു കൊടുക്കണം. ഫ്ലാഷർ ഓഫ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ടൊക്കെ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് പെട്രോൾ അടിച്ചിട്ട് എവിടെയും പോകുമ്പം അപ്പം ഈ ചെയിൻ ലൂബൊക്കെ ഇനി തിരിച്ച് കറങ്ങി സെറ്റാകുമായിരിക്കും. എന്തായാലും എവിടെയൊക്കെ തെറിക്കുമായിരിക്കും. ഇതെന്തായാലും തെറിക്കുന്നുണ്ട്. എന്തായാലും വേറെ ചെയിൻ ലൂബ് ഇപ്പം ഇതിലിപ്പോൾ കൊണ്ട് വേറെ വാങ്ങുന്നില്ല. അപ്പോൾ എന്തായാലും തെറിക്കുമായിരിക്കുമെന്ന് തോന്നുന്നു. തെറിക്കും, പിന്നെ തെറിക്കാതെ ഇവിടെ പോകാനാ. ഇതൊക്കെ എന്താ സംഭവം, കയ്യിലൊക്കെ കരിയായി. എന്തൊക്കെ സാധനങ്ങളായി വരുന്നുണ്ട്. പെയിൻ്റാണെന്നോ നോക്കാം. ജസ്റ്റ് പെയിൻ്റാണ്. അപ്പോൾ കയ്യിൽ കരിയായി. അപ്പോൾ ഇവിടെ തന്നെ തയ്ക്കും. അപ്പോൾ ടയറിൻ്റെ കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഗ്രിപ്പുണ്ട്. അപ്പോൾ ടയർ ഏതാണെന്നൊക്കെ ചോദിച്ചിരുന്നത് റാൽക്കോയുടെ ഒരു സ്പീഡ് എന്ന് പറഞ്ഞൊരു ടയറാണ്. ഫ്രണ്ടിൽ കിടക്കുന്ന സിയാറ്റാണ്. നമുക്ക് എന്തായാലും അടുത്ത് മാറ്റുമ്പോൾ 2 സിയാറ്റയുടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പനിയുടെ എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടും. അപ്പോൾ നമുക്ക് എന്തായാലും ചെയ്യാം. അപ്പോൾ നിങ്ങൾ കാണുന്നവർ എന്തായാലും ലൈക്ക് അടിക്കും. ലൈക്ക് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ റീച്ച് ആവും. അപ്പോൾ നിങ്ങൾ എന്തായാലും ലൈക്ക് അടിക്കും. നമ്മൾ തന്നെ ഇതിൽ ഓയിൽ ഇട്ടിരിക്കുന്നത് എറുമ്പ് കയറാതിരിക്കാനാണ് ഓയിൽ ഇട്ടിരുന്നത്. ഇപ്പം മണ്ണ് പിടിച്ച് സെറ്റായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടിടണം. കണ്ടോ, ഓയിൽ വലിയ കുഴപ്പമില്ല, ജസ്റ്റ് കുറച്ചേ കാണാൻ പറ്റൂ. വലുതായിട്ട് കയറത്തില്ല, ചുവന്ന കളറാവും നല്ല പോലെ ആകുമ്പോൾ. അപ്പോൾ കുറച്ച് ബോൾട്ടും കാര്യങ്ങളൊക്കെ മാറ്റമുണ്ട്. എന്ന് വെച്ചാൽ ഇതിൻ്റെ തുരുമ്പിച്ച 2-3 ബോൾട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റണമെന്നുണ്ട്. എന്തായാലും നമ്മൾ മോഡിഫൈ ചെയ്യുന്ന സമയത്ത് നല്ല ഹാൻഡിൽ GT ഹാൻഡിലൊക്കെ ആക്കുന്ന സമയത്ത് അവിടെ പോയിട്ട് തന്നെ ഞെട്ടും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് സെറ്റാക്കാമെന്ന് വിചാരിച്ച്. അതാകുമ്പം അതിൻ്റെ കൂടെ തന്നെ എല്ലാം റെഡിയായി വരുമല്ലോ. അപ്പോൾ അതൊക്കെയാണ് പ്ലാനിങ്. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മളെല്ലാം പെട്ടെന്ന് റെഡിയാക്കും. നിങ്ങൾ എന്തായാലും കാണുന്നവർ ഫുള്ളും കാണാൻ നോക്കുക. പിന്നെ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വണ്ടി ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങളെ കൊണ്ട് എനിക്ക് ചെയ്യാനുള്ള സഹായമുള്ളൂ. നമുക്ക് ഫ്രണ്ട് ഹെഡ്ലൈറ്റ് LED ആക്കണോ വേണ്ടേ? നിങ്ങൾ കമൻറ്റ് ചെയ്യണം, നമുക്കത് സെറ്റാക്കാം. LED ആക്കണമെന്ന് എനിക്ക് ഇല്ല, പക്ഷേ നിങ്ങൾ പറഞ്ഞാൽ നമുക്ക് സെറ്റാക്കാം. എന്തായാലും LED വയ്ക്കാം, ഇതും വയ്ക്കാം, മാറ്റി വയ്ക്കാമല്ലോ. നമ്മളെന്തായാലും അങ്ങനെയല്ലേ ചെയ്യുന്നത്. ഉള്ള സാധനമൊക്കെ മാറ്റി തിരിച്ചൊക്കെ വയ്ക്കുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെ സെറ്റാക്കാം. അതിന് കുറേ ഒരു ഹിമാലയൻ്റെ ബാക്ക് ലൈറ്റൊക്കെ വയ്ക്കുന്നു. ബ്രാക്ക് ലൈറ്റൊക്കെ ഹിമാലയൻ്റെ വയ്ക്കുന്നുണ്ട്. പക്ഷേ എനിക്കെന്തോ ഇത് കൊള്ളാമെന്ന് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം? ഹിമാലയൻ്റെ ഇഷ്ടമുണ്ടോ? നമുക്കതും സെറ്റാക്കാം. വലിയ പൈസ ആവില്ലെന്ന് തോന്നുന്നു. ഹിമാലയൻ്റെ ബ്രാക്ക് ലൈറ്റ് കുറച്ചുകൂടെ കുഞ്ഞായിരിക്കും, പക്ഷേ ഇതാകുമ്പോൾ കുറച്ചൊരു റെട്രോ ലുക്ക് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഏതാ ഇഷ്ടമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യും. നമുക്ക് അത് വേണമെങ്കിൽ സെറ്റാക്കാം. അപ്പോൾ 1-2 പേര് ചോദിച്ചു തരുന്നത് കൂടുതൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്നാണ് നമ്മളെ പറ്റി കുറേ ചോദിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ കമൻറ്റ് ചെയ്ത് യൂട്യൂബിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ റിപ്ലൈ കൊടുക്കാം. അപ്പം പിന്നെ ഹെഡ്ലൈറ്റ്, GT ഹാൻഡിൽ, സീറ്റ്, അങ്ങനത്തെ ലൈറ്റ് കാര്യങ്ങൾ അതൊക്കെയാണ് നമുക്ക് ഇനി ഉടനെ മാറാനുള്ളത്. അപ്പോൾ എന്തായാലും അത് സെറ്റാക്കാം. എന്തായാലും അടുത്ത സർവീസ് ആകുമ്പോൾ തന്നെ വണ്ടി മാറാൻ ലുക്കാവും. അപ്പോൾ അതൊക്കെയാണ് നമ്മളെ വണ്ടിയുടെ കുഞ്ഞു കാര്യങ്ങൾ. നിങ്ങൾക്ക് പിന്നെ എത്ര പേർക്ക് ഇൻട്രസ്റ്റെപ്റ്റർ ഉണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതുപോലത്തെ മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കാണാൻ ആഗ്രഹമുള്ളത് നിങ്ങളും കമൻറ്റ് ചെയ്യും. നമുക്ക് അതിലൊക്കെ സെറ്റാക്കാം. അപ്പോൾ ഓക്കെ,
അപ്പോൾ ഇത്രയൊക്കെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ എന്തായാലും രാവിലെ തന്നെ വണ്ടി എടുത്ത് കാണിക്കാമെന്ന് വെച്ചു. അപ്പോൾ വണ്ടിയുടെ അപ്ഡേറ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമ്മളെ മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉടനെ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മോഡിഫിക്കേഷൻ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും, നമുക്ക് അതുപോലെയൊക്കെ സെറ്റാക്കാം. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. അപ്പോൾ എന്തായാലും വണ്ടിയുടെ കിടിലം വീഡിയോസ് വരുന്നതാണ്. പിന്നെ വേറെയും കുറേ വ്ളോഗും കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, അതും വരുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് കൂടെ വയ്ക്കുക. ബൈ, സബ്സ്ക്രൈബ്.